ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ദീപാവലി വരെ അതായത് 15 ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സ്റ്റോക്കുകൾ 14% to 48% വരെ റിട്ടേൺ തരുന്നതാണ്. അപ്പോൾ ബ്രോക്കറേജസ് പിക്ക് ചെയ്ത സ്റ്റോക്കുകളാണ്. അപ്പോൾ ഈ ഒരു സമ്പർ 2077 നമുക്ക് എന്ത് ചെയ്യാം, നല്ല ലാഭം തരുന്ന 14 തൊട്ട് 48% വരെ റിട്ടേൺ തരുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മുഹൂർത്ത് ട്രേഡിങ്ങിന് ശേഷം ട്രേഡേഴ്സ് എല്ലാവർക്കും തന്നെ നല്ല ഒരു മാർക്കറ്റ് എക്കോണമി ബൂസ്റ്റപ്പ് ആയി എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഫ്രഷ് ഹൈ ഉണ്ട്, അതായത് 68% റാലിയാണ് സിൻസ് March 23 ലോന് ശേഷം വന്നിരിക്കുന്നത്. IT, ഫാർമ ആൻഡ് എനർജി സ്റ്റോക്കുകൾ. ഇപ്പോൾ എക്സ്പേർട്ടുകൾ അറിയിച്ചിരിക്കുന്നത് ഇനിയും എക്കോണമി ഗ്രോ ചെയ്യും, 7 to 10% ഗ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഏതൊക്കെ സ്റ്റോക്കിലാണ് നമ്മൾ ലാർജ് ക്യാപ്പിൽ ഫോക്കസ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് ദീപാവലി വരെ നമുക്ക് 14 to 48% ലാർജ് ക്യാപ്പിൽ ഈ 15 സ്റ്റോക്കുകളാണ് ബ്രോക്കറേജസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റോക്കിലായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മെയിൻലി ഒരു കമ്മ്യൂണിറ്റി സർവീസ് ബാങ്കിങ് ആണ്. കറന്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തിരിക്കുന്നത് 2,04,954 crores ആണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. കറണ്ട് പ്രൈസ് 230 ആണ്. 52 വീക്ക് ഹൈ വരുന്നത് 351, 52 വീക്ക് ലോ 149. സ്റ്റോക്കിന്റെ PE വരുന്നത് 9.26 ആണ്. ബുക്ക് വാല്യൂ 281. ഡിവിഡൻഡ് 0.00 ആൻഡ് ROC 4.99%, ഫേസ് വാല്യൂ 1, റിട്ടേൺ ഓൺ ഇക്വിറ്റി 7.27%. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ ഒരു ഡിപ്പിന് ശേഷം പിന്നെ ഇപ്പോൾ ഒരു സ്റ്റഡി ഗ്രോത്ത് കാണുന്നുണ്ട്. അപ്പോൾ മെയിൻലി പോസിറ്റീവ് സൈഡായിട്ട് പറയാനുള്ളത് ബുക്ക് വാല്യൂവിനെ കാട്ടി 0.82 ടൈംസ് ആണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. പിയർ കമ്പാരിസൺസ് നോക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, യൂണിയൻ ബാങ്ക്, IOB, ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക് ആണ് ഇവരുടെ പിയർ കമ്പാരിസൺസ് വരുന്നത്. പിന്നെ റവന്യൂ നോക്കുകയാണെങ്കിൽ ജൂൺ മാസത്തിനേക്കാളും സെപ്റ്റംബറിൽ കൂടിയിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്ക്. അതുപോലെ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു, നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുകയാണ്. സോ തീർച്ചയായിട്ടും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഹെറോ മോട്ടോ കോർപ്പ്. ഹെറോ മോട്ടോ കോർപ്പിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ ഹെറോ മോട്ടോ കോർപ്പ് മെയിൻലി ഇവരുടെ ബിസിനസ് എന്ന് പറയുന്നത് മോട്ടോർ സൈക്കിൾ ബിസിനസ് ആണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 62,242 crores. കറന്റ്ലി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 3,116. 52 വീക്ക് ഹൈ 3,395, 52 വീക്ക് ലോ 1,475 ആണ്. ഡിവിഡൻഡ് yield ഉണ്ട് ഈ ഒരു സ്റ്റോക്കിന് 2.89%, ഫേസ് വാല്യൂ 2, റിട്ടേൺ ഓൺ ഇക്വിറ്റി 22.1%, ബുക്ക് വാല്യൂ 747 rupees, ROC 27.2% ആണ്. സ്റ്റോക്കിന്റെ PE 24.5. അപ്പോൾ ഇനി നമുക്ക് അതിന്റെ ഗ്രോത്ത് ചാർട്ട് നോക്കാം. എങ്ങനെയാണ് ഹെറോ മോട്ടോ കോർപ്പിന്റെ ഡിസംബർ 2019 മുതൽ ഒക്ടോബർ 2020 വരെ നോക്കുകയാണെങ്കിൽ ഏപ്രിലിൽ ഒരു ചെറിയ ഡിപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രോത്ത് കാണാനായിട്ട് സാധിക്കുന്നു. പോസിറ്റീവായിട്ട് പറയാനുള്ളത് കമ്പനി ഡെപ്റ്റ് ഫ്രീ ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ലാസ്റ്റ് 3 years ആയിട്ട് നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉണ്ട്, 26.68%. പിന്നെ ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് 50.29% നൽകുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. കോമ്പറ്റീറ്റേഴ്സ് വരുന്നത് ഏക്കർ മോട്ടോഴ്സ്, TVS മോട്ടോഴ്സ് ആണ്. സെക്ടർ ഓട്ടോമൊബൈൽ സെക്ടർ ആണ് ഈ ഒരു ഹെറോ മോട്ടോ കോർപ്പ് വരുന്നത്. അപ്പോൾ ഇവരുടെ സെയിൽസ് കമ്പാരിറ്റീവ്ലി ജൂൺ മാസത്തെക്കാളും സെപ്റ്റംബറിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് 59 നിന്നും 958 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുകയാണ്. സോ തീർച്ചയായിട്ടും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ സ്റ്റോക്കാണ് ഹെറോ മോട്ടോ കോർപ്പ്. തേർഡ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അൾട്രാടെക് സിമെന്റ് ആണ്. അൾട്രാടെക് സിമെന്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. മെയിൻലി ഇവർ എൻഗേജ് ചെയ്തിരിക്കുന്ന മാനുഫാക്ചർ ഓഫ് സിമെന്റ് ബിസിനസ് ആണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1,41,666. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 4,908 ആണ്. 52 വീക്ക് ഹൈ 4,950 ആൻഡ് 52 വീക്ക് ലോ 2,910. ഡിവിഡൻഡ് yield 0.26%, ഫേസ് വാല്യൂ 10, റിട്ടേൺ ഓൺ ഇക്വിറ്റി 17, ബുക്ക് വാല്യൂ വരുന്നത് 1,412,
ROCE 12.4%. സ്റ്റോക്കിന്റെ PE വരുന്നത് 22.5% ആണ്. ഇനി കമ്പനിയുടെ ഗ്രോത്ത് ചാർട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഏപ്രിൽ കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ, ജൂൺ, ഓഗസ്റ്റ്, ഒക്ടോബർ ഒക്കെ ഇൻക്രീസ് ആവുന്ന ഒരു ചാർട്ട് കാണാൻ സാധിക്കുന്നു. പിന്നെ CAGR ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് നല്ല പ്രോഫിറ്റ് ഉണ്ട്. അതാണ് മെയിൻ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. 24.24% ആണ് ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് ഡെലിവർ ചെയ്തിരിക്കുന്നത്. പിന്നെ കമ്പാരിസൺസ് നോക്കുകയാണെങ്കിൽ അൾട്രാടെക് സിമെന്റിന്റെ, ശ്രീ സിമെന്റ്, അംബുജ സിമെന്റ്, ACC, ബിർള കോർപ്പറേഷൻ, ഹിഡൽബർഗ് സിമെന്റ്സ് ആണ് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത്. സെയിൽസ് ജൂൺ മാസത്തെക്കാളും ഇൻക്രീസ് ആയിരിക്കുന്നു. 7,634 നിന്നും 10,354, വിച്ച് ഇസ് എ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയി. സോ തീർച്ചയായിട്ടും നമുക്ക് ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് ഡാബർ ഇന്ത്യയാണ്. ഡാബർ ഇന്ത്യയുടെ ഡീറ്റെയിൽസ് നോക്കാം. ഡാബർ ഇന്ത്യ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ആയുർവേദിക് കമ്പനിയാണ്. ഇന്ത്യയിലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 91,402 ക്രോഡ്സ്. കറന്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 517 റുപ്പീസ് ആണ്. 52 വീക്ക് ഹൈ 536, 52 വീക്ക് ലോ 385. ഡിവിഡൻഡ് ഈൽഡ് 0.58% ഉണ്ട്. ഫേസ് വാല്യൂ 1, റിട്ടേൺ ഓൺ ഇക്വിറ്റി 24.9%, ബുക്ക് വാല്യൂ 40.3% ആണ്. ROCE 27.9, സ്റ്റോക്കിന്റെ PE 59.8. അപ്പൊ ഇത് ഈ ഒരു ഗ്രാഫ് എന്ന് പറയുമ്പോൾ മുകളിലും താഴെ പോകുന്ന ഒരു ഗ്രാഫാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. റെഡ്യൂസ് ഡെപ്റ്റ്, പിന്നെ അതുപോലെ ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനിയാണ്. ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് നല്ല റിട്ടേൺ ഓൺ എക്വിറ്റി ഉണ്ട്, 25.72%. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉള്ള ഒരു കമ്പനിയാണ്, 50.55%. ഇതൊക്കെയാണ് ഡാബർ ഇന്ത്യയെ കുറിച്ച് പോസിറ്റീവ് ആയിട്ട് പറയാനുള്ളത്. ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് ഗോദ്രേജ് കൺസ്യൂമർ, മാരിക്കോ, ഇമാമി, ജ്യോതിസ് ലാബ്, ബജാജ് കൺസ്യൂമർ, കായ ലിമിറ്റഡ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇപ്പോൾ സെയിൽസ് ഇൻക്രീസ് ആയിരിക്കുന്നു. ജൂൺ മാസത്തെക്കാളും സെപ്റ്റംബറിൽ ഇൻക്രീസ് ആയി. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എല്ലാം തന്നെ ഇൻക്രീസ് ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നെക്സ്റ്റ് ദീപാവലി വരയ്ക്കും ഫോക്കസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ബജാജ് ഓട്ടോയാണ്. ബജാജ് ഓട്ടോയുടെ ഡീറ്റെയിൽസ് നോക്കാം. ബജാജ് ഓട്ടോ മെയിൻലി 90% ആണ് ലാസ്റ്റ് ഇയർ ലെവലിൽ നിന്നും ഇൻക്രീസ് ആയിരിക്കുന്നത്. 90 to 95% ഇൻക്രീസ് ആയിരിക്കുന്നു. എക്സ്പെക്ടഡ് ഗ്രോത്ത് 20.5% ആണ്. സെയിൽസ് വോളിയം അതുപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് ദി വെഹിക്കിൾ ഇംപ്രൂവ് ചെയ്തിരിക്കുകയാണ്. 21,154 ആയിട്ട് ലാസ്റ്റ് ഇയർ 19,307 ഉണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ട് കാര്യം, പിന്നെ അതുപോലെ 2 വീലർ സെഗ്മെന്റ്, ഇംപ്രൂവ്മെന്റ് ഇൻ എക്സ്പോർട്ട് മിക്സ്, ഇതെല്ലാമാണ് എടുത്തു പറയേണ്ടത്. ഇനി നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് ലാർസൺ ആൻഡ് ടോർബോ ആണ്. സ്ട്രോങ് ഓർഡർ ഇൻ ഇൻഫ്ലോ പൈപ്പ്ലൈനിൽ പുതിയ ഓർഡേഴ്സ് ലഭിക്കുന്നു. 25% ആണ് ഗ്രോത്ത് കാണിച്ചിരിക്കുന്നത്. സപ്ലൈ ചെയിൻ ഇഷ്യൂസിൽ പോലും ആബ്സെൻസ് ഓഫ് സപ്ലൈ ചെയിൻ ഇഷ്യൂസ്, ദെൻ 25% ഇൻക്രീസ് കാണിച്ചു. ITC ആണ് നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ITCയിൽ പ്രധാനമായിട്ട് പറയേണ്ടത് എക്സ്പെൻസീവ് ആയിട്ടുള്ള വാല്യുവേഷൻ, അതുപോലെ ഹെൽത്തി ഡിവിഡൻഡ് ഈൽഡ് നൽകുന്നുണ്ട് 6%. FMCGയിൽ നല്ലൊരു ഗ്രോത്ത് കാണിച്ചിരിക്കുന്നു. ഇതെല്ലാമാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. ഈ പാൻഡമിക്, ഓൺഗോയിങ് പാൻഡമിക്കിൽ നമുക്ക് ITC നന്നായിട്ട് ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് SBI ലൈഫ് ഇൻഷുറൻസ് 0.3% to 19% ഗ്രോത്ത് ആണ് കാണിച്ചിരിക്കുന്നത്. ഇൻക്രീസിംഗ് ഷെയർ ഓഫ് പ്രൊട്ടക്ഷൻ മിക്സ്, ഹൈ മാർജിൻ നോൺ പാർ സേവിങ്സ്, മാർജിൻ എക്സ്പാൻഷൻ, ഇതൊക്കെയാണ് SBI ലൈഫ് ഇൻഷുറൻസിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് ഇൻഫോസിസ് ആണ്. ഇൻഫോസിസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻഫോസിസ് മെയിൻലി കൺസൾട്ടിങ്, ടെക്നോളജി, ഔട്ട്സോഴ്സിംഗ് ഒരു IT ഇതാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 4,82,793. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1,133. 52 വീക്ക് ഹൈ 1,186. ഡിവിഡൻഡ് ഈൽഡ് ഉണ്ട് 1.54%. ബുക്ക് വാല്യൂ 167, ഫേസ് വാല്യൂ 5, ROCE 32.6%. ഇപ്പൊ ഗ്രോത്ത് ചാർട്ട് നോക്കുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ചാർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ആഫ്റ്റർ ഏപ്രിൽ ഡിപ്പിന് ശേഷം. ഇപ്പൊ ഡെപ്റ്റ് ഫ്രീ ആണ്, ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട്, അതാണ് രണ്ട് പ്രധാനപ്പെട്ട പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് TCS, HCL ടെക്നോളജി, വിപ്രോ, ടെക് മഹീന്ദ്ര, മൈൻട്രി ആണ്.
ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഇൻക്രീസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, സെയിൽസ്, അതുപോലെ നെറ്റ് പ്രോഫിറ്റ് എല്ലാം തന്നെ ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ ഭാരതി എയർടെൽ ആണ് നമ്മൾ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഭാരതി എയർടെൽ നമുക്കറിയാം സെക്കൻഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ തേർഡ് പ്ലെയർ ആണ്. ഇപ്പോൾ ഭാരതി എയർടെലിന്റെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 17,227 crores ആണ്. ഭാരതി എയർടെലിലെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. മെയിൻലി ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് ആണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 2,62,685 crores. കറന്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 482 rupees. 52 വീക്ക് ഹൈ 612. ഡിവിഡൻഡ് yield 0.42%. ഫേസ് വാല്യൂ 5. റിട്ടേൺ ഓൺ ഇക്വിറ്റി 9.83% ഉണ്ട്. അപ്പൊ നമുക്ക് മുകളിലും താഴെ പോകുന്ന ഒരു ഗ്രാഫാണ് കാണാൻ സാധിക്കുന്നത്. മെയിൻലി ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട്. ദാറ്റ് ഈസ് 144.96%. എന്നാണ് മെയിൻലി പോസിറ്റീവ് ആയിട്ട് പറയാനുള്ളത്. കോമ്പറ്റീറ്റേഴ്സ് ടാറ്റ കമ്മ്യൂണിക്കേഷൻ, വോഡാഫോൺ ഐഡിയ, MTNL, റിലയൻസ് ഇതൊക്കെയാണ് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത്. അപ്പോൾ സെയിൽസ് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇൻക്രീസ് ആയിരിക്കുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയി, അതുപോലെ നെറ്റ് പ്രോഫിറ്റ് ഇതെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു 15 നെക്സ്റ്റ് വരുന്നത് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ്. അറൌണ്ട് 20% ആണ് ലാസ്റ്റ് 5 years ആയിട്ട് CAGR ഗ്രോത്ത് കാണിച്ചിരിക്കുന്നത്. ടാറ്റ കൺസൾട്ടൻസി ഡബിൾ ഡിജിറ്റ് റവന്യൂ ആണ് സസ്റ്റൈനബിൾ പീരിയഡിൽ ഉള്ളത്. പിന്നെ കാൻഡില ഹെൽത്ത് കെയർ ആണ് നമ്മൾ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്ക് എന്ന് പറയുന്നത്. കാൻഡില ഹെൽത്ത് കെയറുടെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് നോക്കാം. കാൻഡില ഹെൽത്ത് ഡൊമസ്റ്റിക് വെൽനസ് ഈ ഒരു ഇതിലാണ്. ഇപ്പോൾ റെഡ്യൂസ്ഡ് ഡെപ്റ്റ് 2,700 ആയിട്ട് നേരത്തെ 4,030 ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഡെപ്റ്റ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് നെസ്ലെ ഇന്ത്യയാണ്. FMCG സെക്ടറിൽ നല്ല ഒരു സ്ട്രോങ് ബ്രാൻഡ് ഉള്ള ഒരു സ്റ്റോക്കാണ്. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, ന്യൂട്രീഷൻ ആണ് ഇവരുടെ മെയിൻ. ഇത് 85% ആണ് ലീഡർഷിപ്പ് പൊസിഷൻ വരുന്നത്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്ക്. 95% ആണ് ഡിവിഡൻഡ് പേ ഔട്ട്. അതുപോലെ CAGR 18.2% ഉണ്ട്. നല്ല ഗ്രോത്ത് ഉള്ള സ്റ്റോക്കാണ്. എമർജിംഗ് കാറ്റഗറീസ്, അതുപോലെ ഇൻക്രീസിംഗ് ഡിസ്ട്രിബ്യൂഷൻ, ഡിജിറ്റൽ മാർക്കറ്റ് ആൻഡ് സ്ട്രെങ്ത് ഇൻ സപ്ലൈ ചെയിൻ ഇതൊക്കെയാണ് ഇവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ഫാർമ ഇൻഡസ്ട്രിയിൽ നമുക്കറിയാം ഇപ്പോൾ കോവിഡ് കാരണം വാക്സിൻസിന്റെ ഒക്കെ ഇത് കൂടുന്നതുകൊണ്ട് ഈ ഒരു ഫാർമ സെക്ടറിന് നല്ല ഒരു ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ 400 to 500 BPS ആണ് ഔട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. കോവിഡിന്റെ ഈ ഒരു എമർജ് ചെയ്തതിന് ശേഷം 15% ആണ് CAGR ഇൻക്രീസ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 15 സ്റ്റോക്കിലാണ് നമ്മൾ ഈ ഒരു ലാർജ് ക്യാപ്പിൽ നെക്സ്റ്റ് ദീപാവലി വരെ റിട്ടേൺ തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ. അത് 14 to 48% വരെ ഈ 15 ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. 2 സെഗ്മെന്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.